Good afternoon, all. Good afternoon, Good Miss. afternoon, Miss. Good afternoon, Miss. Okay. Have you had your lunch? കുറച്ച് പേരേ ഉള്ളൂ. ഇല്ല Lunch കഴിച്ചോ? ഇല്ല, ക്ലാസ് കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ. ഓഹോ, അങ്ങനെ. ഇവിടെ ഫുഡ് കഴിക്കേണ്ട സമയമായിട്ടില്ല. ഉം. 12 മണിയായിട്ടുള്ളൂ ഇവിടെ. ഓ, അവിടെ. ഓക്കെ ഓക്കെ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങിക്കോളൂ. പ്രയാർ ഓഫ് ദി ഡേ ഓക്കെ, പ്രയർ ഇന്ന് ഞാനാണ്. ഓക്കെ. എങ്ങും എങ്ങും നിറയും വെളിച്ചമേ, എങ്കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നെ കൃപ ചൊരിയണമേ. എങ്ങും എങ്ങും നിറയും വെളിച്ചമേ, എങ്കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നെ കൃപ ചൊരിയണമേ. പൂവിലോടുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്യമാടവും പൂമണി മേടയും തുല്യമാതരം ശക്തിയും നീയല്ലോ. പൂവിലോറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്യമാടവും പൂമണി മേടയും തുല്യമാതരം ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എന്റെ മനസ്സിലും, നല്ല വാണിയായി നാവിന്റെ തുമ്പിലും, നല്ല ചിരിയായി എന്നുടെ കയ്യിലും, നന്മയായി നിറഞ്ഞിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. താങ്ക് യു മിസ്. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്താ? Thought of the day. ഓക്കെ. Embrace each challenge as a new chance to grow and learn. ഓരോ വെല്ലുവിളിയും വളരാനും പഠിക്കാനുമുള്ള ഒരു പുതിയ അവസരമായി സ്വീകരിക്കുക. These words should always include in life. Thank you. നെക്സ്റ്റ്. Signing. Good afternoon, Miss, and my dear friends. How are you all? Fine? So, friends, are you ready for the class? Okay, now let's Yes. start our class. But before that, let's know some good manners through a rhyme. If you want something, what you will say, what you will say. I will say please, I will say please. That's what I say, that's what I say. If you get something, what will you say, what will you say? I will say thank you. I will say thank you. That's what I say. That's what I say. If you hurt someone, what will you say? What will you say? I will say sorry. I will say sorry. That's what I do. That's what I do. If you want sneezing, what will you say? What will you say? I will say excuse me. I will say excuse me. That's what I say. That's what I say. If someone says thank you, what you will say? What you will say? I will say welcome. I will say
welcome. That's what I do. That's what I do. Thank you. Yeah, okay. വെരി നൈസ് സോങ്. Thank Yeah. you. എല്ലാവരും നന്നായിട്ട് പ്രസന്റ് ചെയ്തു. ഓക്കെ. അപ്പൊ എല്ലാ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു അല്ലേ? ക്ലാസ്സിലേക്ക് പോവാം. പോവാ. ടീച്ചർ ഇന്ന് ഇന്നും ഓണം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതൊന്ന് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഏതൊക്കെ എടുത്തു? അറ്റ്, സിൻസ്, ഡ്യൂറിങ്, ബിറ്റ്വീൻ വരെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ അറ്റ്, സിൻസ്, ഡ്യൂറിങ്, ഫോർ, ബൈ, ബിറ്റ്വീൻ. എന്നും ഓണം മാത്രമേ ഉള്ളൂ അല്ലെ? യെസ്. അപ്പൊ ഇന്ന ഓണം കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. ഇന്ന് നമ്മൾ എവിടേക്ക് യൂസ് ചെയ്യാം? കൺട്രീസ് പറയാനും, കൺട്രീസ്, വില്ലേജ്, സിറ്റീസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യാം. അറ്റ് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു ഒരു കറക്റ്റ് പ്ലേസ് പറയുമ്പോഴാണ് അറ്റ് യൂസ് ചെയ്യേണ്ടത് പറഞ്ഞു അല്ലെ? ഇത് അങ്ങനെയല്ല. പ്ലേസ്, ഏത് പ്ലേസ് ആണ്, നിങ്ങൾ ഇപ്പൊ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എറണാകുളത്താണെന്ന് പറയുമ്പോൾ ആമിൻ എറണാകുളം എന്ന് പറയാം. മനസ്സിലായോ? എറണാകുളത്ത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയും? ആമിൻ എറണാകുളം അറ്റ് സ്റ്റഡിയോ അങ്ങനെ എന്തെങ്കിലും പറയും. ഓക്കെ. ഇപ്പോ ആമിൻ ദുബായ് അറ്റ് ഫുജിയറ എന്ന് പറയാം. മനസ്സിലായോ? അപ്പൊ ഇൻ യൂസ് ചെയ്യുന്നത് കൺട്രീസ്, വില്ലേജ്, സിറ്റീസ്. ഫസ്റ്റ് പോയിന്റ് ആണ് കൺട്രീസ്, വില്ലേജ്, സിറ്റീസ്. സീസൺ, സീസൺ പറയാൻ നമ്മള് ഇൻ യൂസ് ചെയ്യാറുണ്ട്. സീസൺ പറയുമ്പോൾ നമ്മള് ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യും. സോ സെക്കൻഡ് പോയിന്റ് ഈസ് സീസൺ. Then month, weeks, year. Month, weeks, year. Month, weeks, year. സോറി ടീച്ചർ, ഒന്നുകൂടി പറയോ? എനിക്ക് ക്ലിയർ ഉണ്ടായിരുന്നില്ല. മാസം, അല്ല, ഫസ്റ്റ് എന്താ പറഞ്ഞത്? കൺട്രീസ്, വില്ലേജ്, സിറ്റീസ്. കൺട്രീസ്, വില്ലേജ്, സിറ്റീസ്. അത് ഫസ്റ്റ് പോയിന്റ് ആണ്. സെക്കൻഡ് പോയിന്റ് സീസൺ. നമ്മുടെ വിന്റർ, സമ്മർ, ഓട്ടം അതൊക്കെ സീസൺ ആണ്. അപ്പോ സീസൺ എഴുതാം. നെക്സ്റ്റ് ആണ് മന്ത്, ഇയർ, വീക്ക്. മന്ത്, ഇയർ, വീക്ക്. പേജ് നമ്പർ എത്രയാ? ഇല്ല, ഇത് പ്രിപ്പോസിഷൻ അല്ലേ? പേജ് നമ്പറില് പേജ് നമ്പർ വേണോ? 99. Okay. Then morning, afternoon, evening. Morning, afternoon, evening. Then enclosed space. Enclosed space. ഇതെല്ലാം ഞാൻ നമുക്ക് പറഞ്ഞു. Enclosed space. Okay. Any last one? Small vehicle. Small vehicle. എൻക്ലോസ്ഡ് സ്പേസോ? ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, നോക്കി എഴുതിയോ? Last one. Small vehicle. Okay. Small vehicle. That's all. അപ്പൊ ഞാൻ പറയാം. ഇതില്ലേ ടീച്ചറെ, നമ്മളെ ഫസ്റ്റത്തെ ലെസൺ കഴിഞ്ഞിട്ട് വരുന്നത് ചാപ്റ്റർ ആണോ? ഫസ്റ്റത്തെ ലെസണോ? മനസ്സിലായില്ല. പൊസിഷൻ പറഞ്ഞത് മുമ്പ് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ജോബ് സാർ? ആ ലെസൺ തന്നെയല്ലേ ഇത്? ഇല്ല, പ്രപ്പോസിഷൻ തന്നെയാണത്. എന്നാണെന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ തന്നെയാണ്. ഓക്കെ. അപ്പോ എല്ലാ പോയിന്റും എഴുതിയാലും എല്ലാവരും എഴുതിയില്ലേ? എഴുതി.
ഓക്കെ, അപ്പോ ഫസ്റ്റ് എക്സാമ്പിൾ ഏതാ? ഹി ഈസ് ഇൻ ഫ്രാൻസ്. ഹി ഈസ് ഇൻ ഫ്രാൻസ്. അവൻ ഫ്രാൻസിലാണ്. ഇനി ഞാൻ എറണാകുളത്താണെങ്കിൽ എറണാകുളം, ട്രിവാൻഡ്രം എന്ന് പറയാം. ഹി ഈസ് ഇൻ ട്രിവാൻഡ്രം, ഷീ ഈസ് ഇൻ ട്രിവാൻഡ്രം, ഷീ ലിവ്സ് ഇൻ ട്രിവാൻഡ്രം എന്നൊക്കെ പറയാം. മനസ്സിലായോ? ഒരു സ്ഥലമാണ്, ഒരു കൺട്രി ആവാം. ഹീസ് വർക്കിംഗ് ഇൻ ട്രിവാൻഡ്രം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ? കറക്റ്റ് ഒരു പ്ലേസ് പറയുന്നെങ്കിൽ അറ്റ് യൂസ് ചെയ്യാമെന്ന് മാത്രം. ഓക്കെ, അടുത്ത എക്സാമ്പിൾ ഏതാ? വി വെയർ വൂളൻ ഡ്രസ് ഇൻ വിന്റർ. അതായത് വിന്ററിലാണ് നമ്മൾ ആ ഒരു വൂളൻ ഡ്രസ്സസ് നമ്മൾ വെയർ ചെയ്യുന്നത്. സീസൺ പറയുമ്പോൾ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യാം. ഇനിയിപ്പോ ഒരു പീരീഡിലാണെങ്കിൽ വിന്റർ എന്ന് പറയുന്ന പീരീഡിൽ നമ്മൾ വൂളൻ ഡ്രസ് ഇടുന്നെങ്കിൽ അവിടെ ഡ്യൂറിങ് പറയാം. വി വെയർ വൂളൻ ഡ്രസ് ഡ്യൂറിങ് വിന്റർ. ആ പീരീഡിൽ നമ്മൾ അങ്ങനെ ഒരു ഡ്രസ് ഇടുന്നു. ഇനി സമ്മറിലാണെങ്കിൽ നമ്മൾ കോട്ടൺ ഡ്രസ് ആണ്, അല്ലെ കോട്ടൺ ക്ലോത്ത്സ് ആണ്. കോട്ടൺ ക്ലോത്ത്സ് ഇൻ സമ്മർ അല്ലെങ്കിൽ ഡ്യൂറിങ് സമ്മർ, രണ്ടും യൂസ് ചെയ്യാം. ഡ്യൂറിങ് എന്ന് പറയുന്നത് ആ ഒരു പീരീഡ് ആണ്. ഇൻ എന്ന് പറയുമ്പോൾ അതൊരു സീസണിലാണ് പറയുന്നത്, സീസണിലാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ. ഇനി നെക്സ്റ്റ്, I was born in December 25th. ഇങ്ങനെയും പറയാം. മന്ത് വന്നപ്പോ നമ്മൾ ഇനി യൂസ് ചെയ്യാവുന്നതാണ്. Next, pen is in my pocket. The apples are in the fridge. ഇതെല്ലാം ഒരു ചെറിയൊരു സ്പേസ് ആണ്, എൻക്ലോസ്ഡ് സ്പേസ് എന്ന് പറയും. അതായത് ഉള്ളിൽ എന്നൊരു മീനിങ്ങും കൂടെ ഇല്ലിനുണ്ട്. അപ്പോ പേന പോക്കറ്റിൽ ഉണ്ട് അല്ലെങ്കിൽ പോക്കറ്റിലാണ് എന്ന് പറയാം. അതുപോലെ തന്നെ ആപ്പിള് ഫ്രിഡ്ജിൽ ഉണ്ട് എന്ന് പറയും. ആപ്പിള് എല്ലാം ഫ്രിഡ്ജിലാണ് എന്ന് പറയാം. അപ്പൊ ഉള്ളിൽ എന്നൊരു മീനിങ്ങും കൂടെ ഇൻ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ഉണ്ട്. ഓക്കെ, write it down in your notebook. Write down in your notebook. നോട്ട്ബുക്കിൽ എഴുതുക എന്നാണ് പറയുന്നത്. നോട്ട്ബുക്കിൽ എഴുതാൻ പറയുമ്പോൾ നോട്ട്ബുക്കിനുള്ളിലാണ് അല്ലെ? ഇനിയിപ്പോ അടുത്തത് സ്മോൾ വെഹിക്കിൾ, കാറൊക്കെയാണ് അല്ലെ? കാറ് അങ്ങനെയുള്ള എല്ലാ സ്മോൾ വെഹിക്കിളും നമ്മൾ ഇന്നെന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ യൂസ് ചെയ്യുക. അതായത് ഇവിടെ ഞങ്ങൾ കാറിലാണ് എന്ന് പറയും. പക്ഷെ ട്രാവൽ ആണെങ്കിൽ ഞങ്ങൾ കാറിലാണ് വന്നത്. വി കെയിം ബൈ കാർ എന്ന് പറയാം. മനസ്സിലായോ? ട്രാവൽ എന്ന് പറയുമ്പോൾ ബൈയും അല്ലാതെ കാറിലാണ് എന്ന് പറയുമ്പോൾ ഇന്നുമാണ് നമ്മൾ യൂസ് ചെയ്യാം. Next, she wakes up early in the morning. She wakes up early in the morning. Morning ആണ് വന്നത്. അപ്പോ ഇന്നാണ് നമ്മൾ യൂസ് ചെയ്യാം. I will see you in 2 weeks. 2 ആഴ്ചക്കുള്ളിൽ നമുക്ക് കാണാം. എന്നെ കാണാം എന്നൊരു ഫീലിംഗാണ്.
ഇവിടെ യൂസ് ചെയ്യാം. അപ്പൊ ബേസ് പറയുമ്പോൾ നമ്മൾ എന്തെന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്രയും ബേസിസിലാണ് എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയോ? എൻക്ലോസ്ഡ് സ്പേസ് എന്ന് പറഞ്ഞില്ലേ? ആ, എന്താ? അതൊരു അടഞ്ഞ ഒരു സ്ഥലം, അതായത് എന്തും ആകാം. എന്തൊരു ചെറിയ സ്പേസ്, നമ്മുടെ പേഴ്സ് പറയാം, പോക്കറ്റ് പറയാം, ഫ്രിഡ്ജ് പറയാം, അലമാര പറയാം, എന്തും പറയാം. മനസ്സിലായോ? അതൊരു അടഞ്ഞ സാധനങ്ങളാണ്, അതിന്റെ ഉള്ളിലാണ് എന്തിരിക്കുന്നത്. അപ്പൊ ഉള്ളിൽ നിന്നൊരു മീനിങ്ങിലാണ് അവിടെ എൻക്ലോസ്ഡ് സ്പേസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? കുറച്ച് എക്സാമ്പിൾസ് എല്ലാവരും പറഞ്ഞേ. I was born in 1997. ഓക്കെ, The chocolates are I kept have in to the box. finish some homework in the evening. ഓക്കെ, then The food will be ready in 5 minutes. എല്ലാ എക്സാമ്പിൾ എടുക്കുന്നുണ്ടോ? Yes, miss. I am living in India. ഓക്കെ, അപ്പൊ അടുത്തൊരു പ്രപ്പോസിഷൻ എടുത്തോ. ഓണിന് വരുന്നത് ഡേ, ഡേറ്റ്, ബർത്ത്ഡേ, ഹോളിഡേ, സർഫേസ്, ലാർജ് വെഹിക്കിൾ. Day, date, birthday, holiday, surface, large vehicle, media, bicycle, and bike. Ma'am, they are sitting on the bench. പറയോ? അപ്പൊ ഇന്നിലും വരുന്നുണ്ട് ഡേയ്സ്, ഡേറ്റ് ഒക്കെ, അതേപോലെ ഓണിലും വരുന്നുണ്ട്. അപ്പൊ ഡിഫറൻസ് ഒക്കെ എങ്ങനെ മനസ്സിലാക്കും? ഇന്നിലും ഓണിലും വരുന്നില്ലേ ഡേയ്സ്? ഇല്ലേ? വരുമ്പോ ഓണാണ്. മന്തിന്റെ കൂടിയാണ് ആ ഡേറ്റ് പറയുന്നത്. നേരത്തെ പറഞ്ഞത് ഐ വാസ് ബോൺ ഇൻ എന്ന് പറയുന്നത് ഇന്ന ഡേറ്റ് മന്തിന്റെ കൂടി. അതേപോലെ നമ്മൾ ഇത് പറഞ്ഞില്ലേ മോർണിംഗ് ആഫ്റ്റർനൂൺ ഒക്കെ, അത് ഇന്നില് മാത്രമാണോ ഉപയോഗിക്കുക, ഓണിൽ ഉപയോഗിക്കില്ലേ? ഇന്നാണ് യൂസ് ചെയ്യുക. മോർണിംഗ് ആഫ്റ്റർനൂൺ ഒക്കെ പറയുമ്പോൾ ഇന്നാണ്. അതന്നെ, അപ്പൊ ഓൺ യൂസ് ചെയ്യാറില്ലേ ചോദിക്കുക? ഇല്ല അല്ലെ? എന്തോ ഓൺ യൂസ് ചെയ്യാറുണ്ടോ? ഇല്ല, ഓൺ യൂസ് ചെയ്യില്ല. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ, ടീച്ചർ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. ചോദിക്കൂ. ഇല്ല, എല്ലാരും നല്ല പഠിപ്പികളാണ്, അതുകൊണ്ട് ആർക്കും ഡൗട്ടില്ല. എല്ലാരും നല്ല പഠിപ്പിസ്റ്റാണ്, അതുകൊണ്ട് ആർക്കും ഡൗട്ടില്ല അറിയാം. എല്ലാവരും പഠിച്ചു, എല്ലാ കാര്യങ്ങളൊക്കെ പഠിച്ചു. വെരി ഗുഡ്. അപ്പൊ ഓണിന്റെ പോയിന്റ് എല്ലാം എഴുതിയോ? ഏതൊക്കെയാണ് ഓൺ എവിടേക്കാ യൂസ് ചെയ്യാം? ഡേറ്റ്, ബർത്ത്ഡേ, ഹോളിഡേ, സർഫേസ്. സർഫേസ് ഒരു പ്രതലമാണ്. ആ പ്രതലത്തിന് മുകളിൽ ഇരിക്കുന്നത് എന്താണ്? എന്ത് നമുക്ക് ഓൺ വെച്ച് പറയാം. മനസ്സിലായോ? എക്സാമ്പിൾസ് എല്ലാം എഴുതിക്കോളൂ. വെച്ചിട്ടുണ്ട്, എഴുതാം. The teacher asked him to call his parents on Monday. He washes his car on Sunday. I'm on the bus. I'm on the train. I saw on the
I saw him on the bicycle and his picture on the wall. Okay. Write it down on a piece of paper. My office is on the third floor. I am watching videos on YouTube. The floor വരുമ്പോഴും നമ്മൾ on എന്ന് പറയുന്ന preposition ആണ് യൂസ് ചെയ്യുക. Okay. I will come to your home on 25th December. So examples എല്ലാവരും എഴുതിയോ? എഴുതിക്കൊണ്ടിരിക്കണം. Okay, ഇത് കഴിയുമ്പോൾ പറയാം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എഴുതി കഴിഞ്ഞിട്ടില്ല കേട്ടോ ടീച്ചറെ. കഴിഞ്ഞോ? ഇല്ല. Okay. ഇങ്ങനെ ടെക്സ്റ്റ് ചെയ്ത് തരുമ്പോൾ കുറച്ചുകൂടെ സിമ്പിൾ ആണല്ലേ? ഓക്കെ. ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ടീച്ചർ. ഓക്കെ. എല്ലാവരും ഫിനിഷ് ചെയ്തോ? Yes, miss. Finish ആയിട്ട്. അപ്പോ ഡേറ്റ് വരുമ്പോ നമുക്ക് ഡേ ആൻഡ് ഡേറ്റ് ഇത് രണ്ടും വരുന്നത് ഓൺ യൂസ് ചെയ്യാം. The teacher asked the hinted for his parents on Monday. അപ്പൊ Monday, Tuesday, Wednesday ഡേ വരുമ്പോൾ നമുക്ക് ഓൺ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെയാണ് ഡേറ്റ്. ഡേറ്റ് എവിടെ വരുന്നോ അവിടെ ഓൺ യൂസ് ചെയ്യണം. ഇപ്പോ എന്റെ ബർത്ത്ഡേ ആണ്, ബർത്ത്ഡേ എന്നാണ്, അവിടെ നമ്മൾ ഡേറ്റ് ആണ് പറയുന്നെങ്കിൽ ഓണും, ഈ മന്ത് ആണ് പറയുന്നെങ്കിൽ ഇന്നും ആണ്. മൈ ബർത്ത്ഡേ ഈസ് ഇൻ ഡിസംബർ എന്ന് പറയാം, അല്ലെങ്കിൽ മൈ ബർത്ത്ഡേ ഈസ് ഓൺ എത്രയാണ് 30 ഡിസംബർ എന്ന് പറയാം. മനസ്സിലായോ? അപ്പൊ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ മന്ത് പറയുമ്പോൾ ഇന്നും ഡേറ്റ് പറയുമ്പോൾ ഓണം ആയിരിക്കണം പറയുന്നത്. അതിപ്പോ ഹോളിഡേ ആണെങ്കിൽ ഹോളിഡേ പറയുമ്പോഴും ഡേറ്റ് പറയുന്നുണ്ടെങ്കിൽ അവിടെ ഓൺ ആയിരിക്കണം പറയുന്നത്. ഓക്കെ. ദെൻ ലാർജ് വെഹിക്കിൾ. ലാർജ് വെഹിക്കിൾ നമ്മൾ സ്മോൾ വെഹിക്കിൾ പറഞ്ഞു, കാറെങ്കിൽ ഇന്നാണ്. പക്ഷെ ബസ്സിലാണ് എന്ന് പറയുന്നത് എപ്പോഴും ആം ഓൺ ദ ബസ് ആയിരിക്കണം. അതിപ്പോ ട്രെയിൻ ആയിക്കോട്ടെ, ഏത് വലിയ വണ്ടി ആയിക്കോട്ടെ, ലാർജ് വെഹിക്കിൾ ആയിക്കോട്ടെ, നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് ഓൺ ആണ്, ഇന്നല്ല. നമ്മൾ പണ്ട് യൂസ് ചെയ്തിരുന്ന കാര്യങ്ങളാണ്. ബസ്സിലാണെന്ന് പറയുമ്പോൾ ഐ മീൻ ദ ബസ് എന്ന് പറയും. സിമ്പിൾ ആണ് അല്ലെ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്ത തന്നെയാണ് യൂസ് ചെയ്യുക. അതെ, ഞാൻ അടക്കം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഓൺ ആണ് യൂസ് ചെയ്യേണ്ടത്. ലാർജ് വെഹിക്കിൾ ആയതുകൊണ്ടാണ്. സ്മോൾ വെഹിക്കിൾസിൽ ഏതൊക്കെ വെഹിക്കിൾസ് പെടും ടീച്ചറെ? എന്തോ സ്മോൾ വെഹിക്കിൾസിൽ ഏതൊക്കെ പെടും?
ഓട്ടോ വിടും, സൈക്കിള് കാറ്, സൈക്കിളോ ഓട്ടോ സ്കൂട്ടറൊക്കെ പെടുവോ? സൈക്കിൾ വിടില്ല. നിക്കാൻ പറ്റാത്തതൊക്കെ സ്മോൾ വെഹിക്കിളാ. അതെ, നടക്കാനോ നിൽക്കാനോ പറ്റാത്തല്ല സ്മോൾ വെഹിക്കിൾ ആണ്. ഓക്കെ, ലാർജ് വെഹിക്കിൾ എന്ന് പറയുന്നത് ബൈക്കിൽ കിടക്കാനൊക്കെ പറ്റും ചെറിയ കുട്ടികൾക്ക്. അല്ല, ഓട്ടോറിക്ഷയിലൊക്കെ കിടക്കാനൊക്കെ പറ്റുമല്ലോ. കെടുക്കാനല്ലേ, അത് നമുക്ക് എഴുന്നേറ്റ് നിക്കാനോ നടക്കാൻ പറ്റാത്തത്. നിക്കാൻ പറ്റാത്തതോ? നമുക്ക് എണീറ്റ് നിൽക്കണം. അല്ല, ഇപ്പൊ സ്മോൾ വെഹിക്കിളിൽ നമ്മൾ ഓട്ടോറിക്ഷയും കാറൊക്കെ ഉൾപ്പെടുത്തും അല്ലേ? കാറ് മാത്രമേ ഉള്ളൂ, കാറ് പിന്നെ ഇല്ലല്ലോ. ഇനി പിന്നെ ബാക്കിയുള്ള എല്ലാ വെഹിക്കിൾസും നമ്മൾ ഓണിൽ പെടുത്തും അല്ലേ? ഓണായിരിക്കും. പിന്നെ വെഹിക്കിൾ പറയാനുണ്ട് ഓട്ടോ, കാറ്. കാറ് തന്നെ പല ടൈപ്പാണ് ഉള്ളത്, അല്ലാതെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കാറ്, ബാക്കിയെല്ലാം നമുക്ക് ലാർജ് വെഹിക്കിൾ ആയിട്ട് കൂട്ടാം. സോ അവിടെയൊക്കെ നമ്മൾ ഓണാണ് യൂസ് ചെയ്യാം. പിന്നെ ഇതിലൊന്നും പെടാത്തത് സൈക്കിൾ, ബൈക്ക്. സൈക്കിളും ബൈക്ക് എന്നുള്ള എന്ത് പ്രൊപ്പോസിഷൻ കൊടുക്കും? ഓണാണ് കേട്ടോ. സൈക്കിൾ ആൻഡ് ബൈക്ക്, സ്കൂട്ടർ ഇതൊക്കെ നമ്മൾ ഓണാണ് പറയാ. ഓണാണ്. അപ്പൊ കാറിന് മാത്രമുള്ള ഇന്ത കാറ് ഇന്ത ഓട്ടോ അല്ലേ? Then സർഫീസ് പറഞ്ഞു, ഒരു പ്രതലത്തിന് മുകളിൽ. ഇപ്പോ ഹാങ് ദിസ് പിക്ചർ ഓൺ ദി വാൾ. വാൾ ഒരു ചുമര് എന്ന് പറയുന്ന ഒരു പ്രതലാണ്. ഓൺ ദ ടേബിൾ എന്നും പറയാം. ഓൺ ദ ടേബിൾ എന്ന് പറയാം. പിന്നെ they are playing on the ground പറയാം. They are playing cricket on the ground. അതെല്ലാം സർഫീസ് ആണ്. പിന്നെ she is sitting on the chair പറയാം. she is sitting on the bed പറയാം. ഇതൊക്കെ സർഫീസ് ആണ്. ഓക്കെ, അതിന് മുകളിൽ ഇരിക്കുന്നു എന്നൊരു മീനിങ്ങിലാണ് അത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു റൈറ്റ് ഡൗൺ യുവർ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞു. നോട്ട്ബുക്കിന് ഉള്ളിൽ എഴുതാൻ പറഞ്ഞു. ഇനി നമ്മുടെ ഒരു പേപ്പർ ആണെങ്കിൽ റൈറ്റ് ഡൗൺ ഓൺ എ പീസ് ഓഫ് പേപ്പർ എന്ന് പറഞ്ഞു. പേപ്പറിന് മുകളിലാണ് എഴുതുന്നത്. അപ്പൊ പേപ്പർ എന്ന് പറയുമ്പോൾ ഓൺ ആയിരിക്കണം, ബുക്ക് എന്ന് പറയുമ്പോൾ ഇൻ ആയിരിക്കണം. അത് നമ്മുടെ കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് അത് ഏതാണ് കറക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. പേപ്പറിന് മുകളിലാണ് എഴുതുക, അല്ലാണ്ട് പേപ്പറിനുള്ളിൽ എഴുതാം അല്ലെ. ഇതിലാവുമ്പോ ഇന്ന് പറയണം, ബുക്കിലാവുമ്പോ ഇൻ പറയണം, പിന്നെ പേപ്പറിലാവുമ്പോ ഓൺ പറയണം അല്ലെ. ഇനി ഫ്ലോർ പറയും. എന്റെ ഓഫീസ് തേർഡ് ഫ്ലോറിലാണ്, ഓഫീസ് ഈസ് ഓൺ തേർഡ് ഫ്ലോർ എന്ന് പറയും. ഇപ്പൊ ഫ്ലോർ പറയണമെങ്കിൽ നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യും. ഓക്കെ, ഇനി പിന്നെ മീഡിയ, നമ്മുടെ കാണുന്ന എല്ലാ മീഡിയാസും നമ്മൾ പറയുന്നത് ഓൺ വെച്ചിട്ടാണ്. ടി വി ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ഇന്റർനെറ്റ് ആയിക്കോട്ടെ, റീൽ ആയിക്കോട്ടെ, ഇൻസ്റ്റ ആയിക്കോട്ടെ, എന്തും. I'm watching videos on YouTube, I'm watching videos on Instagram, I'm watching movie on TV എന്ന് പറയാം. മനസ്സിലായോ? അപ്പോ മീഡിയാസ് എന്ന് പറയുന്ന എല്ലാരും ഓൺ ആണ് വരിക. ന്യൂസ് പേപ്പർ വരുന്നത് ഇന്നിലാണ് കേട്ടോ. I read it in newspaper എന്നാ പറയാം. ന്യൂസ് പേപ്പർ പറയുന്നത് ഇന്നിലാണ്. അത് ന്യൂസ് പേപ്പർ നിങ്ങൾ എഴുതി വെച്ചോളൂ. ബുക്ക്, ന്യൂസ് പേപ്പർ അതൊക്കെ പറയുന്നത് ഇന്നിലാണ്, ഇൻ പ്രൊപ്പോസിഷനിലാണ്. ഓൺ വരുന്നത് മീഡിയാസ്, ടി വി, പിന്നെ എല്ലാ മൊബൈലും നമ്മൾ എന്ത് ചെയ്യുന്ന ആപ്പും ഇതൊക്കെ മീഡിയാസ് ആണ്. എല്ലാം നമ്മൾ ഓൺ വെച്ചിട്ടാ പറയും. പിന്നെ ഹോളിഡേ പറഞ്ഞു. ഐ വിൽ കം ടു യുവർ ഹോം ഓൺ 25th December. 25-ാം തീയതി ഞാൻ എന്റെ വീട്ടിൽ വരും എന്നാണ് പറയുന്നത്. ഓക്കെ, ഡേറ്റ് വന്നു. സോ നമുക്ക് അവിടെ ഓൺ ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷനും ഇന്നും രണ്ടും ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവും? ഉണ്ടോ? പറയൂ, ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഞങ്ങൾ ഡൗട്ട് ഉണ്ടോ എന്ന് വായിച്ചു നോക്കണേ. ഇല്ല, ബുക്ക് എന്ന് പറയുന്ന സമയത്ത് ഇൻ ദ ബുക്കും പേപ്പർ എന്ന് പറയുമ്പോ ഓൺ ദ, പിന്നെ വേറെന്താ ന്യൂസ് പേപ്പർ ഇൻ ദ ആണ് വരിക അല്ലെ. ന്യൂസ് പേപ്പറും ഞാൻ ന്യൂസ് പേപ്പറിൽ ഇത് വായിച്ചു എന്ന് പറയണമെങ്കിൽ ഐ റീഡ് ഇറ്റ് ഇൻ ദി ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പറിൽ കുറെ പേജസ് ഇല്ലേ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇന്ന് യൂസ് ചെയ്യുന്നത്. ബുക്ക് വായിച്ചു പറയുമ്പോഴും അത് ഏതിലാ വരിക? സ്റ്റോറി വായിച്ചു അങ്ങനെയൊക്കെ പറയുമ്പോ ഐ റീഡ് സ്റ്റോറി ഇൻ ഏത് ബുക്കാണോ ആ ബുക്ക്. ഓക്കെ.
ഓക്കെ, ഓക്കെ, ക്ലിയർ ആയി ടീച്ചറെ. ക്ലിയർ ആണല്ലോ, ഇനിയൊന്നുമില്ലല്ലോ. അപ്പോ പ്രപ്പോസിഷൻ നിങ്ങളുടെ ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്ത എല്ലാ പ്രപ്പോസിഷനും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഒരു കാര്യം ചോദിക്കട്ടെ, അറ്റ് എവിടേക്കാണ് യൂസ് ചെയ്യാമെന്ന് ഷോർട്ട് ആയിട്ട് പറഞ്ഞുതരാൻ പറ്റുമോ? അറ്റ് യൂസ് ചെയ്യേണ്ടത് ടൈം, നൈറ്റ്, മിഡ് നൈറ്റ്, പിന്നെന്താ അരികെ, ഒരു അരികെ എന്തോ, പിന്നെ പ്ലേസ്, എക്സാക്ട് പ്ലേസ്, ഇതൊക്കെയാണ് നമ്മൾ അറ്റ് എന്ന് പറയുന്ന. സർഫേസിലും നമ്മൾ അറ്റ് ഉപയോഗിക്കും. അല്ല, സർഫേസ് യൂസ് ചെയ്യില്ലല്ലോ. എന്താ ടീച്ചർ പറഞ്ഞ? പ്ലേസും വേറെന്താ പറഞ്ഞ? അറ്റ് യൂസ് ചെയ്യുന്നത് ടൈം, നൈറ്റ്, മിഡ് നൈറ്റ്, പ്ലേസ്, കറക്റ്റ് പ്ലേസിൽ നമ്മൾ അറ്റ് യൂസ് ചെയ്യുന്നേ. പിന്നെ അടുത്ത്, നിയർ എന്ന് പറയുമ്പോൾ അറ്റ് യൂസ് ചെയ്യും. ഞാൻ ടേബിളിനടുത്ത് ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഐ ആം സിറ്റിംഗ് അറ്റ് ദ ടേബിൾ എന്ന് പറയാം. ഹോളിഡേയ്സ് പറയും. ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടോ? ഹോളിഡേയ്സിൽ അറ്റ് വേണ്ട, ഓണം വേണ്ട, ഡൗട്ട് ഉണ്ടോ? ഉണ്ട്, പറഞ്ഞോളൂ. എങ്ങനെയാണ് ഡൗട്ട് ക്ലിയർ ചെയ്യേണ്ടത്? എനിക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, അപ്പോ ഇത്രയും ചിന്തിക്കുക. കറക്റ്റ് ഒരു ഡേറ്റ് പറയണമെങ്കിൽ നമുക്ക് ഓണം, ഇതിപ്പോ ഞാൻ പറഞ്ഞുതരാം. ഒരു ഏതെങ്കിലും ഒരു ഹോളിഡേ വന്നു എന്ന് വിചാരിക്കാം. ക്രിസ്മസ്, എക്സാമ്പിൾ ക്രിസ്മസ് എടുക്കാം. ക്രിസ്മസിന് ഞാൻ വീട്ടിൽ വരാമെന്നും ക്രിസ്മസിന്റെ അന്ന് 25-ാം തീയതി ഞാൻ വീട്ടിൽ വരുമെന്നും പറയുന്നത് രണ്ടും രണ്ടാണോ? കറക്റ്റ് ഡേറ്റ് പറയുന്നതും പിന്നെ ക്രിസ്മസിന്റെ അന്ന് വരാൻ പറയുന്നത് രണ്ടും ഒന്ന് തന്നെ. ക്രിസ്മസ് ഏതാ ദിവസം എന്നുള്ള എല്ലാവർക്കും അറിയാലോ. പിന്നെ ഒരു ഡേറ്റ് പറയുന്ന സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മാത്രം. ആ ഡേറ്റ് പറഞ്ഞ് സൂചിപ്പിക്കുന്നത് കൺഫേം ആണ്, ആ ഡേറ്റിന് വരുമെന്നാണ്. പക്ഷെ ക്രിസ്മസിന് വരുമെന്ന് പറയുമ്പോൾ അത് ഏത് ഡേറ്റിന് വേണമെങ്കിലും ആവാലോ, അല്ലെ? ഒരു ദിവസം മുമ്പ് വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് വേണമെങ്കിൽ വരാം. അതൊരു ഒക്കേഷനെ സൂചിപ്പിക്കുന്നു അല്ലെ? ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഡേറ്റ് പറയുമ്പോഴാണോ ഈ അറ്റ് ഉപയോഗിക്കേണ്ടത്? ഡേറ്റ് വരുമ്പോ ആണെങ്കിൽ കറക്റ്റ് ഡേറ്റ് പറയുമ്പോൾ ഓണാണ് വരാം. അപ്പൊ കറക്റ്റ് പ്ലേസ് വരുമ്പോ അറ്റല്ലേ? അതെ, കറക്റ്റ് പ്ലേസ് വരുമ്പോ അറ്റാണ്. പക്ഷേ കറക്റ്റ് ഡേറ്റ് ഓണാണ്. ഓക്കെ, ഡേറ്റ് വരുമ്പോ ഓൺ ആണെന്ന് പഠിക്കുക. അത് കറക്റ്റ് ഡേറ്റ് എന്നോ ഒന്നുമില്ല, ഡേറ്റ് വരുമ്പോ ഓൺ ആണെന്ന് മാത്രം പഠിച്ചു. അപ്പൊ ഈ ഡൗട്ട് വരില്ല. ഇപ്പോ ഐ വിൽ കം ടു യുവർ ഹോം ഓൺ 25th December എന്നും പറയാം, ഐ വിൽ കം ടു യുവർ ഹോം അറ്റ് ഡിസംബർ എന്നും പറയാം. രണ്ടിന്റെ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. കറക്റ്റ് ഡേറ്റിന് വരുന്നു എന്ന് പറയുമ്പോൾ ഓണും, ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓണം. ഇനി ഒരു ഹോളിഡേ മാത്രമാണ് പറയുന്നെങ്കിൽ ആ ഹോളിഡേയുടെ ഏത് ടൈമിൽ വേണമെങ്കിലും വരും. അറ്റ് യൂസ് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ പറയൂ ടീച്ചറെ ഹോളിഡേന്റെ? I will come to your home at Christmas പറയാം, അല്ലെങ്കിൽ I will come to your home at ഓണം പറയാം. ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് 2-3 ദിവസത്തേക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ളതുണ്ട്. തിരുവോണത്തിന്റെ അന്നല്ല, അല്ലാതെയുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊരു ഹോളിഡേ വന്നാലും ഒരു വെക്കേഷൻ ടൈം പീരീഡ് ഉണ്ട്, മനസ്സിലായോ? അറ്റെന്ന് പറഞ്ഞാലേ, അറ്റെന്ന് പറഞ്ഞാൽ അതിന്റെ കറക്റ്റ് മീനിങ് ഉണ്ട്. ഞാൻ വിചാരിക്കണത് ഈ അറ്റെന്ന് പറഞ്ഞാൽ നേരെ അങ്ങനെയുള്ള മീനിങ് ആണ്, അല്ലാണ്ട് വേറെ എന്തെങ്കിലും മീനിങ് ഉണ്ടോ അറ്റെന്ന് പറഞ്ഞാൽ? അറ്റിന് കൺഫ്യൂഷൻ വരാനുള്ള മീനിങ് ഹോളിഡേയിലാണ്, ബാക്കി ഒന്നുമില്ല. ബാക്കി എല്ലാരും ഹീസ് ലുക്കിംഗ് അറ്റ് മീ എന്ന് പറഞ്ഞാല് എന്നെ നോക്കി എന്നാണ്. സ്ട്രെയിറ്റ് ആയിട്ട് എന്നെ നോക്കി, കറക്റ്റ് എന്നെയാണോ നോക്കുന്നത്. ഹീസ് ലുക്കിംഗ് അറ്റ് മീ, ഹീസ് ലാഫ് അറ്റ് മീ, എന്നെ നോക്കി ചിരിച്ചു. പിന്നെ എന്താണ് നിയർ, കുറച്ച് കൺഫ്യൂഷൻ വരുന്നത് നിയർ കൺഫ്യൂഷൻ വരും, ഹോളിഡേയിൽ കൺഫ്യൂഷൻ വരും. വേറെ ബാക്കി എല്ലാവരും കറക്റ്റ് ആണ്. ബാക്കി കറക്റ്റ് പ്ലേസ് പറയാനും എന്നെ നോക്കി എന്ന് പറയുമ്പോഴും ടൈം പറയുമ്പോഴും നൈറ്റ് പറയുമ്പോഴും നമ്മൾ അറ്റാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഏത് പ്രപ്പോസിഷൻ പഠിക്കുമ്പോഴും അത് എവിടേക്ക് യൂസ് ചെയ്യണം എന്ന് മാത്രം പഠിച്ചു വെക്കാം. രണ്ടിനെയും ടീച്ചറെ, ഈ അറ്റ് എന്ന് പറയുന്നത് നൈറ്റിൽ മാത്രം, മോർണിംഗ് ഒന്നും യൂസ് ചെയ്യില്ല. അറ്റ് മോർണിംഗ് വരുമോ? ഇല്ല അല്ലേ?
ഇൻ ദ മോർണിംഗ് തന്നെയല്ലേ വരിക? അതിനാണ് നൈറ്റും മിഡ് നൈറ്റും പറഞ്ഞത് അല്ലേ? അപ്പൊ എവിടേക്ക് യൂസ് ചെയ്യണം എന്നത് മാത്രം നിങ്ങൾ നോക്കി പഠിക്കാം. അല്ലാതെ അവിടെയും ഇവിടെയും പിടിച്ച് രണ്ടിനെയും കൂടെ കമ്പയർ ചെയ്ത് പഠിക്കരുത്. എവിടേക്ക് യൂസ് ചെയ്യാം, അറ്റ് എവിടേക്ക് യൂസ് ചെയ്യണം, ഓൺ എവിടേക്ക് യൂസ് ചെയ്യണം, അത് പഠിച്ചു കഴിഞ്ഞാൽ ഈ കൺഫ്യൂഷൻ ഒന്നും വരില്ല. ഹോളിഡേ നമുക്ക് 25-ാം തീയതി ക്രിസ്മസ് ആണെന്ന് അറിയാം. അപ്പൊ 25-ാം തീയതി ക്രിസ്മസിന് വരും എന്ന് പറയുമ്പോൾ അവിടെ 25 എന്ന് പറയുന്ന ഡേറ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഡേറ്റ് മെൻഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ഓൺ യൂസ് ചെയ്യണം. മനസ്സിലായോ? ഇനി അവിടെ ഡേറ്റ് മെൻഷൻ ചെയ്യുന്നില്ല, വെറുതെ ഒരു ക്രിസ്മസ് എന്ന് പറഞ്ഞ ഒരു ഹോളിഡേ ആണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ യൂസ് ചെയ്യാം. അവിടെ നമുക്ക് യൂസ് ചെയ്യാം. അവിടെ ഒരു വെക്കേഷൻ പോലെ നമ്മൾ ആഘോഷിക്കുന്നതാണ്. ഒരു ഇപ്പൊ പിള്ളേരെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ അത് വെക്കേഷൻ ആണ്. അപ്പോ നമ്മൾ പറയാണ് ഞങ്ങള് ക്രിസ്മസിന് വീട്ടിൽ വരാട്ടോ, വരാം എന്ന് പറഞ്ഞാല് അത് ക്രിസ്മസിന്റെ ഏത് ദിവസവും വേണമെങ്കിലും വരും എന്നൊരു മീനിങ്ങിലാണ് അവിടെ അറ്റ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? കറക്റ്റ് അല്ല, അത്രയുള്ള വ്യത്യാസം. ഇനിയിപ്പോ അടുത്ത് നിയർ, അത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആറ്റ് മാറ്റിക്കോ, നിയർ എന്ന് പറഞ്ഞാൽ മതി. ക്ലിയർ അല്ലേ? ഇനി എവിടെയെങ്കിലും അങ്ങനെ കണ്ടുകഴിഞ്ഞാല് അതിന്റെ അത് ഉദ്ദേശിക്കുന്നത് മീൻ ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം. She's waiting at the bus stop എന്ന് പറയും. ഷീസ് വെയിറ്റിംഗ് At the bus stop എന്ന് പറയും. ഷീസ് വെയിറ്റിംഗ് അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാണ്. അതേപോലെ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ വരൂലേ ആറ്റ്? കറക്റ്റ് ഒരു പ്ലേസ് ആണെങ്കിൽ നമുക്ക് അവിടെ അറ്റ് യൂസ് ചെയ്യാം. അല്ല അവിടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഷീസ് വെയിറ്റിംഗ് ഫോർ മീ ഇൻ എറണാകുളം പറയാം. കാരണം നമുക്ക് കറക്റ്റ് പ്ലേസ് അറിയില്ല. മനസ്സിലായോ? മിസ്റ്റേക്ക് സാഹചര്യങ്ങളിൽ ഇന്നും അറ്റും ഒക്കെ വരുന്ന സെന്റൻസ് ഉണ്ടാവില്ലേ, അതൊക്കെ ഏതാ? അത് ചോദിച്ചാലിപ്പോ ഞാൻ എന്ത് പറയാനാ? അതായത് ഇന്നും ഉപയോഗിക്കാം അറ്റും ഉപയോഗിക്കാം, രണ്ടും ഉപയോഗിച്ചാലും കുഴപ്പമില്ല, അങ്ങനെ വരുന്ന സെന്റൻസ്. എല്ലാരും പറയും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഷീസ് ഐ ആം വെയിറ്റിംഗ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാലും ഐ ആം വെയിറ്റിംഗ് ഇൻ ദ ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാലും അവിടെ മിസ്റ്റേക്ക് ഒന്നും വന്നില്ല. മനസ്സിലായോ? നമുക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അത് വലിയ മിസ്റ്റേക്ക് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? ഇങ്ങനെയും നമുക്ക് ചിന്തിക്കാം. രണ്ടിലും മീനിങ് മാറ്റമുണ്ടോ? വെയിറ്റിംഗ് ഇൻ ദ ബസ് സ്റ്റോപ്പ് പറഞ്ഞാൽ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുന്നൊന്നും, അറ്റ് ദ ബസ് സ്റ്റോപ്പ് എന്ന് പറയുമ്പോ എന്താ മീനിങ്? സെയിം മീനിങ് തന്നെയാ വരാം. മീനിങ്ങിന് യാതൊരു വ്യത്യാസവും ഇല്ല. ബസ് സ്റ്റോപ്പിന് നേരെ അങ്ങനെയാണോ? അതോ ബസ് സ്റ്റോപ്പിൽ മീനിങ് ഇല്ല അല്ലേ? നേരെ എന്നൊരു മീനിങ് ഇല്ല. അപ്പോ ഇന്നും അറ്റും യൂസ് ചെയ്താൽ അവിടെ മിസ്റ്റേക്ക് ഇല്ല. ഓക്കെ. ഇപ്പൊ ചിലവര് ഇനി ഞാൻ വീട്ടിലാണ്, ഐ ആം ഇൻ ദ ഹോം എന്നും പറയാറുണ്ട്, ഐ ആം അറ്റ് ഹോം എന്നും പറയാറുണ്ട്. രണ്ടും ഒന്ന് തന്നെയല്ലേ? അല്ലെ? കുറച്ച് ഗ്രാമർ പഠിച്ചവരാണെങ്കിലാണ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഗ്രാമർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഐ ആം ഇൻ ദ ഹോം അറ്റ് നമ്മൾ അധികം ഉപയോഗിക്കാറില്ല, അതാണ് നമ്മളെപ്പോഴും ഇന്ന തന്നെയാണ് ഉപയോഗിക്കുക. ശീലിച്ചുകൊണ്ടാണ്, നമുക്ക് ഗ്രാമർ അറിയാത്തതുകൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ അറ്റ് എങ്ങനെയാ യൂസ് ചെയ്യേണ്ടത് കറക്റ്റ് ആയിട്ട്? അപ്പോ നിങ്ങൾ ഇനി ആരെങ്കിലും ഐ ആം ഇൻ ദ ഹോം എന്ന് പറഞ്ഞാൽ എടാ അങ്ങനെയല്ല ഐ ആം അറ്റ് ഹോം പറയണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും അല്ലേ? അത്രയുള്ള വ്യത്യാസം. അല്ലാതെ ഭീകരമായ മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒന്നുമല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഗ്രാമർ അറിയാത്തതിന്റെ കുറച്ച് കുഴപ്പങ്ങളേ ഉള്ളൂ. അല്ലാണ്ട് അവിടെ മീനിങ്ങിലൊന്നും വ്യത്യാസം വരുന്നില്ല കേട്ടോ. ഓക്കെയാണോ? ഓക്കെ, ടീച്ചർ ഉണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? അതെ അതെ, പറഞ്ഞു തരുമല്ലോ. പറഞ്ഞൊക്കെ തരും. മനസ്സിലായോ? ഈ കോഴ്സ് കഴിഞ്ഞപ്പോ ഞാൻ എന്നെ കാണില്ല കേട്ടോ, ഇത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ. അപ്പൊ പ്രപ്പോസിഷന്റെ ഡൗട്ട് എല്ലാം ക്ലിയർ ആയില്ലേ? ചാപ്റ്റർ ക്ലോസ് ചെയ്യാം നമുക്ക്. ഈ കോഴ്സ് കഴിഞ്ഞ ആരെയും കാണില്ല. എന്തോ ഉണ്ടല്ലോ, 4 പറഞ്ഞോ, നമ്മൾ പറഞ്ഞൂല്ലേ? എന്താണ് ദിവ്യ എന്താ പറഞ്ഞേ? ഈ കോഴ്സ് കഴിഞ്ഞ ആരെയും കാണില്ല മിസ്സേ. ആരെയും കാണില്ല. നിങ്ങൾ നമ്പറൊക്കെ വാങ്ങി വെക്കൂ, അപ്പൊ പിന്നെ കോണ്ടാക്ട് ചെയ്യാലോ. ടീച്ചറുടെ നമ്പറോ തരുമോ? എന്റെ നമ്പർ എന്താ? ഞങ്ങളുടെ നമ്പറൊക്കെ ഞങ്ങളുടെ അടുത്തുണ്ട്. ഞങ്ങളെ ഗ്രൂപ്പ് ഉണ്ടല്ലോ ഫ്രണ്ട്സിന്റെ.
നമുക്ക് നമ്പർ തരാൻ അങ്ങനെ അല്ലോ ചെയ്തിട്ടില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ പ്രിപ്പോസിഷൻ പറഞ്ഞത് ഇന്ന്, ഓണ്, അറ്റ്, പിന്നെ സിൻസ്, ഫോർ, ഡ്യൂറിങ്, ബിറ്റ്വീൻ, ഇത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ? വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല, കഴിഞ്ഞു. നിങ്ങളുടെ ചാപ്റ്ററില് അത്രയും മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. അത് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ബൈ പറഞ്ഞല്ലോ മാം. ബൈ പറഞ്ഞില്ലേ? ഇല്ല. ഇല്ല, പറഞ്ഞിട്ടില്ല. അതിനാണ് ഞാൻ ചോദിച്ചത്. ബൈ പറയാലോ. ബൈ എഴുതിക്കോളൂ. ബൈ യൂസ് ചെയ്യുന്നത് ട്രാവൽ, കമ്മ്യൂണിക്കേഷൻ, മെത്തഡ് ഓഫ് പേയ്മെന്റ്, travel, communication, method of payment, and time. ഇനി ഇവിടെ പറയോ, അയ്യോ മിസ്സേ ടൈം എന്താണ് ഇവിടെ വരുന്നതെന്ന് ചോദിക്കും. ഓക്കെ, ഞാനിത് എടുക്കുമെന്ന് വിചാരിച്ചു. അത് പറയും, എന്തായാലും പറയും. ടൈം ബൈന്റെ അവിടെ ടൈം അങ്ങനെ ശരി. ഫുള്ളായിട്ട് പറഞ്ഞില്ല കഴിഞ്ഞ പ്രാവശ്യം. ഓക്കെ, ഞാൻ പോർഷൻ എടുത്തു എന്ന് വിചാരിച്ചല്ലോ. ഞാൻ വേറെ ക്ലാസ്സിലൊക്കെ ഓഫീസർ എടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഈ പോർഷൻ ഒക്കെ കഴിഞ്ഞു. അപ്പൊ എല്ലായിടത്തും ഇങ്ങനെ പറഞ്ഞു വരുമ്പോ ഇവിടെയും എടുത്തു എന്നൊക്കെ വിചാരിച്ചു പോയി. നിങ്ങൾ ഉണ്ടല്ലോ പറഞ്ഞു തരാൻ, അല്ലെ? ബിറ്റ്വീന് കുറച്ച് പറഞ്ഞു, പക്ഷെ നിറയെ എടുത്തിട്ടില്ല എന്ന് മാത്രം. ബിറ്റ്വീൻ പ്രത്യേകിച്ചൊന്നുമില്ല, ഇടയിൽ എന്നൊരു മീനിങ് മാത്രമേ ഉള്ളൂ. ഐ എം സ്റ്റാൻഡിങ് ബിറ്റ്വീൻ ടു ബോയ്സ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലേ? കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ചേട്ടാന്റെയും കടലിന്റെയും നടുക്ക് എന്ന് പറഞ്ഞിട്ട്. എന്തോ ബിറ്റ്വീൻ എവിൽ ആൻഡ് എവിൽ ആൻഡ് സീ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു. ശരിയാണല്ലോ. അത് കുറച്ച് പറഞ്ഞപ്പോഴാണ് പിന്നെ ഓണം എടുത്തില്ല പറഞ്ഞിട്ട് പിന്നെ അതിലേക്ക് പോയത്. ഓക്കെ, നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. ബൈയും ബിറ്റ്വീൻ കംപ്ലീറ്റ് ചെയ്തോ. ഫസ്റ്റ് ബൈ പറയും ടീച്ചറെ. ബൈ എഴുതിയില്ലേ? പോയിന്റ് ഒക്കെ എഴുതിയോ? എഴുതി 4 പോയിന്റ് അല്ലേ? ട്രാവൽ, കമ്മ്യൂണിക്കേഷൻ, മെത്തേഡ് ഓഫ് പേയ്മെന്റ്, ടൈം. മിസ് ഒരു കാര്യം, ബിറ്റ്വീൻ പകുതി എഴുതി വെച്ച് നിർത്തിയതാണ്. അപ്പൊ ഇനി അതിന്റെ താഴെ ബൈ എഴുതണ്ടേ? അപ്പൊ ഇത്ര നേരം വേറെ നോട്ട്സ് ഒന്നും എഴുതിയിട്ടില്ലേ? അതെ, ഇന്നും ഓണൊക്കെ എഴുതി. അപ്പൊ ബിറ്റ്വീന് പിന്നെ എഴുതിയാൽ മതി, കുഴപ്പമില്ല. ഒരു ഹെഡിങ് കൂടി ബിറ്റ്വീന് കൊടുത്തിട്ട് എഴുതിയാൽ മതി. കുറച്ചേ ഉള്ളൂ, ബിറ്റ്വീൻ കുറച്ചേ ഉള്ളൂ. കുറച്ച് സ്പേസ് വിട്ടാലും മതി കേട്ടോ. ഓക്കെ, അപ്പോ എക്സാമ്പിൾസ് എഴുതിത്തോളൂ. They came by taxi, he went by bus, I will go by car മതി. I will go by car. അത് മതി കേട്ടോ, കാർ മതിയേ. എഴുതിയോ? ഇത് ട്രാവൽ ആണ് കേട്ടോ. അതായത് നമ്മൾ എന്ത് ത്രൂ ആണ് ട്രാവൽ ചെയ്യുന്നത്, അവിടെയാണ്. എങ്ങനെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുക, എങ്ങനെയൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എന്ത് ത്രൂ വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എന്ത് ത്രൂ വഴിയാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത്. ഒരു ത്രൂവിനെ സൂചിപ്പിക്കാനാണ് ശരിക്കും ബൈ വരുന്നത്. ഇപ്പോ നമ്മൾ ട്രാവൽ ചെയ്യുന്നത്, നമ്മൾ വരുന്നത്, ഞങ്ങൾ പോകുന്നത് ബസ്സിലാണ്. ഞങ്ങൾ പോകുന്നത് ബസ്സിലാണെന്ന് പറയുമ്പോൾ അത് ഗോ, ഞങ്ങൾ ബസ്സിൽ പോകും. ഐ വിൽ ഗോ ബൈ ബസ് പറയാം, ഐ വിൽ ഗോ ബൈ കാർ പറയാം. അവര് പോയത് ബസ്സിലാണ്, ബൈ ബസ് പറയാം.
മനസ്സിലായോ? മറ്റത് എന്ന് പറഞ്ഞാൽ ഞാൻ കാറിലാണ്, ബസ്സിലാണ് എന്നൊക്കെ പറയുന്നതാണ് ഐ മീൻ ദ ബസ്, ഐ മീൻ സോറി ഐ ഓൺ ദ ബസ്, ഐ മീൻ ദ കാർ എന്നൊക്കെ പറയുന്നത്. ട്രാവൽ ചെയ്ത് ഞാൻ ഇങ്ങനെയാണ് വന്നത്, ഞാൻ അങ്ങനെയാണ് പോകുന്നത് എന്ന് പറയണമെങ്കിൽ നമ്മുടെ ബൈ എന്ന് പറയുന്ന ഒരു പ്രപ്പോസിഷൻ ആവശ്യമാണ്. ഓക്കെ, എവിടെയും സെയിം തന്നെ ഞങ്ങൾ കാറിലാണ് വന്നത് എന്നൊരു മീനിങ് ആണ് വരുന്നത്. പക്ഷെ ട്രാവൽ എന്നൊരു സംഭവം ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ് അടുത്തൊരു എക്സാമ്പിൾ എഴുതാം. I spoke to her by phone, by mail, by post, we paid the bill by cash. അതായത് കമ്മ്യൂണിക്കേഷൻ, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എന്ത് വഴിയാണ്? നമ്മൾ ഫോൺ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ മെയിൽ വഴി ചെയ്യുന്നുണ്ട്, പോസ്റ്റ് വഴി ചെയ്യുന്നുണ്ട്, പിന്നെ ഇൻസ്റ്റഗ്രാം വഴി ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യും. പല വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് നമുക്ക്, അല്ലെ? അപ്പോ നമ്മൾ എന്ത് ത്രൂ ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതിനെ കാണിക്കാൻ, ആ ഒരു ഇതിനെയും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവിടെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബൈ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് പേയ്മെന്റ് ഉണ്ട്. നമ്മൾ പല രീതിയിൽ നമ്മൾ പേ ചെയ്യുന്നുണ്ട്. അത് ചെക്ക് ത്രൂ ആകാം, കാർഡ് ത്രൂ ആകാം, ബൈ ക്യാഷ് ആകാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് പേ ചെയ്യാവുന്നതാണ്. സോ ആ എന്ത് ത്രൂ ആണ് നമ്മൾ പേ ചെയ്യുന്നത് അതിനെ നമ്മൾ എന്താണ് മെൻഷൻ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ബൈ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ നമുക്ക് വേണം. എന്നാലേ ഒരു സെന്റൻസ് തന്നെ കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, അടുത്ത എക്സാമ്പിൾ എഴുതാം. പ്ലീസ് സെൻഡ് us the payment by tomorrow. എക്സാമ്പിൾ എഴുതും, അതിന് ശേഷം ഞാൻ പറയും. ഓക്കെ, ഐ വാസ് ഇൻവൈറ്റഡ് ആണ് കേട്ടോ. ഇൻവൈറ്റഡ്, പ്ലീസ് വന്നുപോയി. ഇൻവൈറ്റഡ് ആണ്. ഓക്കെ, കഴിഞ്ഞോ? കഴിഞ്ഞു, ഇത് കഴിഞ്ഞോ? കഴിഞ്ഞു മിസ്. ഓക്കെ,
അപ്പോ മാം ഈ ബൈ കേട്ടപ്പോ ഒരു സംശയമല്ല ഒരു കാര്യം നമ്മള് സാധാരണ ഒരു യൂസ് ചെയ്യില്ലേ ബൈ ചാൻസ് ഐ ഗെറ്റ് ദിസ് ബൈ ചാൻസ് അല്ലെങ്കിൽ ചിലപ്പോ ബൈ ചാൻസ് ഫ്രണ്ടിൽ യൂസ് ചെയ്യണ കാണാലോ ബൈ ദ വേ എന്നൊക്കെ പറയില്ലേ ഒരു യൂസേജ് ആണ് കേട്ടോ. അതിന് കറക്റ്റ് ഒരു മീനിങ് ഒന്നും പറയാൻ പറ്റില്ല. അത് അത് കറക്റ്റ് അവർ യൂസ് ഫ്രേസ് ചെയ്ത് പോലെയാണോ വരുന്നേ അതോ അത് ഫ്രേസ് പോലെയാണോ ബൈ ചാൻസ് ബൈ ദ വേ അതെ അതെ ഒരു ഫ്രേസ് ആണ് ഒരു എക്സ്പ്രഷൻ ആണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അത് അങ്ങനെ തന്നെ യൂസ് ചെയ്യണം. അതിന് പറയുമ്പോൾ ഈ ബൈയും അതും കൂടെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഹോസ്പിറ്റൽ കേസ് എല്ലാം വരുമ്പോ ബൈ ചാൻസ് എല്ലാം പറയുന്നത്. അതെ അതൊക്കെ ജസ്റ്റ് ഒരുപാട് നമുക്ക് ഫ്രേസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കാം കുറച്ചുകൂടെ കഴിയുമ്പോൾ പഠിപ്പിക്കാം. നമ്മൾ പറയില്ലേ ബൈ ആക്സിഡന്റലി ഐ സി യു എന്നൊക്കെ പറയില്ലേ അതെ കുറെ ഫ്രേസസ് ആണ്, കുറെ എക്സ്പ്രഷൻസ് ആണ്. അതൊക്കെ അങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അതിന് നമ്മൾ മലയാളീകരിക്കുകയാണെങ്കിൽ ഭയങ്കര കുറയും. ഓക്കെ അതും ഈ ബൈ വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് പ്രപ്പോസിഷൻ ആയിട്ട് യൂസ് ചെയ്തല്ല ബൈ. മനസ്സിലായോ? പ്രപ്പോസിഷൻ ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു മീനിങ് വരാം. പ്രപ്പോസിഷൻ ആയിട്ട് യൂസ് ചെയ്യാത്ത കുറെ എക്സ്പ്രഷനും ഫ്രേസസ് ഒക്കെ വരുന്നു. ഇനി ടൈം വരുന്നത് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയാം. ടൈമിന്റെ അവിടെ ബ്രാക്കറ്റിൽ വേണമെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് എഴുതി വെച്ചോളൂ കേട്ടോ. ലാസ്റ്റ് ഡേറ്റ് അതായത് നാളെയോട് കൂടി നിങ്ങളുടെ അഡ്മിഷൻ ഡേറ്റ് ക്ലോസ് ആകും, അല്ലെങ്കിൽ നാളെയോട് കൂടി എന്താണ് ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യേണ്ട ടൈം ക്ലോസ് ആവും എന്നൊക്കെ പറയില്ലേ. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം നാളെയോട് കൂടി എന്നും പറയാം, അല്ലെങ്കിൽ തിങ്കളാഴ്ചത്തോടു കൂടി പറയാം, അല്ലെങ്കിൽ 11 മണിയോട് കൂടി എന്നും പറയാം അല്ലെ. അപ്പൊ അങ്ങനെ ഒരു മീനിങ് ആണ് ഈ ടൈമിൽ വരുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് ഞാൻ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ പ്ലീസ് സെൻഡ് ആസ് ദ പേയ്മെന്റ് ബൈ ടുമാറോ. നാളെയോട് കൂടി നിങ്ങൾ പേയ്മെന്റ് സെൻഡ് ചെയ്യണം, ഞങ്ങൾക്ക് സെൻഡ് ചെയ്യണം നാളെയോട് കൂടി. അത് നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഗസ്റ്റ് വിൽ വെക്കേറ്റ് റൂം ബൈ 11 AM. 11 മണിയോട് കൂടി ഗസ്റ്റ് അവരുടെ റൂം വെക്കേറ്റ് ചെയ്യും. മനസ്സിലായോ? ഒരു ലാസ്റ്റ് ഡേറ്റിനൊക്കെയാണ് ലാസ്റ്റ് ഡേറ്റ് അവസാനിക്കുന്ന ഡേറ്റ് അങ്ങനെ പറയുന്നതാണ്. പിന്നീട് ഇല്ല അത് ആ ഒരു കാര്യം ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടല്ലേ. അതായത് നോ മോർന്ന് കാണിക്കാം, പിന്നീട് ഇല്ലാന്ന് കാണിക്കാം അല്ലേ. അതെ അവിടെ നമുക്ക് ബൈ ടുമാറോ പറയാം, ബൈ 11 AM എന്ന് പറയാം, ബൈ 12 o'clock എന്ന് പറയാം. അങ്ങനെയൊക്കെ നാം പറയാം കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് രണ്ട് എക്സാമ്പിൾ ഒന്നുകൂടി പറയൂ ടീച്ചർ, എനിക്ക് ഇതിൽ നോക്കുമ്പോ കാണുന്നില്ല ടൈപ്പ് ചെയ്തത്. പ്ലീസ് സെൻഡ് us the payment. സഫിയ കണ്ണട വെച്ചില്ലേ? കണ്ണടയൊക്കെ വെച്ചു. അതല്ല അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, പൊട്ടക്കണ്ണിയൊന്നല്ല ടീച്ചറേ. അല്ല അത് ഇടയിൽ വെച്ചിട്ടില്ലേ ലെഫ്റ്റ് ആയി പോണ്ടി വന്നു എന്തോ പ്രശ്നം കൊണ്ടേ. പിന്നെ വന്ന് നോക്കുമ്പോ ഒരു മെസ്സേജും കാണുന്നില്ല മുമ്പത്തൊന്നും. ഞാൻ ചുമ്മാ പറഞ്ഞോ. ഞാനും ചുമ്മാ പറഞ്ഞ. ഒന്ന് പറഞ്ഞുതരൂ, ഇനിയിപ്പോ എനിക്ക് 1-2 സെന്റൻസ് അല്ലേ ഉള്ളൂ. ഓക്കെ പ്ലീസ് സെൻഡ് us the payment by tomorrow. നാളെയോട് കൂടി പേയ്മെന്റ് ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരണം. പ്ലീസ് സെൻഡ് us the payment by tomorrow. ഓക്കെ ഗസ്റ്റ് plural ആണ്. ഗസ്റ്റ്സ് will vacate their room. Guest will vacate their room by 11 AM അല്ലെങ്കിൽ 11 o'clock. വെക്കേറ്റ് ചെയ്യുക. എഴുതി. their room അവരുടെ റൂം, their room by 11 AM. ഓക്കെ അടുത്തൊരു എക്സാമ്പിൾ. the picture was painted by him. ആ പിക്ചർ വരയ്ക്കപ്പെട്ടത് അവളാലാണ് എന്നൊരു മീനിങ്ങിലാണ്. പിക്ചർ വരച്ചത് അവളാണ് എന്നൊരു മീനിങ്ങിലാണ് പറയുന്നത്. അപ്പൊ അവളാൽ അവനാൽ എന്നൊക്കെ വരും. ബൈ ഹിം ബൈ ഹർ ബൈ ഹെർന്ന് കൊടുക്കാൻ പറ്റും അല്ലെ. എന്തും കൊടുക്കാം. അവളാണ് വരച്ചത്, ഇനി അവനാണ് വരച്ചത്, ഇനി അതിന്റെ ഒരു പേരാണെങ്കിൽ ആ പേരാണെന്നും പറയും. അപ്പൊ അവളാൽ വരയ്ക്കപ്പെട്ട പിക്ചർ ആണ് അത് എന്നൊരു മീനിങ്ങിലാണ് വരുന്നത്. അപ്പൊ അവളാൽ അവനാൽ എന്നൊരു മീനിങ് കൂടെ ഈ ബൈ ഹെറിനുണ്ട്. സ്റ്റോറി റിട്ടൺ ബൈ ഷേക്സ്പിയർ എന്നൊക്കെ പറഞ്ഞിരുന്നു. അതെ ഇത്രയേ ഉള്ളൂ. ഇനി ബൈന്റെ മീനിങ് ആണ് ഇതല്ലേ ഇപ്പൊ പറഞ്ഞില്ലേ, അവളാൽ അവനാൽ അല്ലെങ്കിൽ ബൈ ഷേക്സ്പിയർ എന്ന് പറഞ്ഞാൽ ഷേക്സ്പിയറിനാൽ, അങ്ങനെ ആ അർത്ഥമാണോ ബൈക്കുള്ളത്? അതെ
ഇനി ബിറ്റ്വീന്റെ കുറച്ച് എക്സാമ്പിൾസും കൂടി ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിയതാ, അത്രയേ ഉള്ളൂ. ബിറ്റ്വീൻ എന്ന് പറയുന്ന ഇടയിൽ എന്നൊരു മീനിങ് ആണ്, വേറെ പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല. ജസ്റ്റ് കീപ് ദ സീക്രട്ട് ബിറ്റ്വീൻ us. നമ്മൾക്കിടയിൽ മാത്രം ഈ സീക്രട്ട് സൂക്ഷിക്കുക. They lived in New York between 1999 and 2023. ആ ഒരു വർഷങ്ങളുടെ ഇടയിലാണ് അവര് ന്യൂയോർക്കിൽ താമസിച്ചത്. A child develops rapidly between the ages of 13 and 16. 13 to 16 ആ ഏജിന്റെ ഇടയിലാണ് എന്താ കുട്ടികൾക്ക് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്, പെട്ടെന്ന് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. മനസ്സിലായോ? അപ്പൊ ആ ഒരു മീനിങ്ങിലാണ് പറയാറ്. എന്തും ആകാം അവിടെ, ഇയറും പറയാം, ഏജ് പറയാം, എന്തും പറയാം. ബിറ്റ്വീൻ ഇടയിൽ ടൈം പറയാം. ഓക്കെ, അപ്പോ ഇത്രയൊക്കെയാണ് പ്രപ്പോസിഷനെ കുറിച്ച് പറയാനുള്ളത്. ചാപ്റ്റർ വൈസ് ഉള്ള എല്ലാ പ്രപ്പോസിഷനും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കാം. ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടാകും. ഓക്കെ, എല്ലാവരും എഴുതുന്ന തിരക്കിലാണ്. ഓക്കെ, അപ്പോ നാളെ പ്രപ്പോസിഷനെ ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റ് ഉണ്ടാവും കേട്ടോ. നന്നായിട്ട് അറ്റൻഡ് ചെയ്യാം. നമ്മൾ പഠിച്ച പ്രപ്പോസിഷനെ ബേസ് ചെയ്ത് മാത്രമേ മോക്ക് ടെസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി അതിൽ കൂടുതൽ വരുമോ മിസ് ചെയ്യാൻ ചോദിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ സൈൻ ഔട്ട് വർക്ക് ചെയ്തിട്ടെങ്കിൽ പോകാമായിരുന്നു. Okay. Teachers, teachers, I love you. Teachers, teachers, I praise you. Teachers, teachers, I thank you for everything you do. You are so nice. You are so kind. You are so hard. Lightened up my life. Teachers, teachers, I love you. Teachers, teachers, I praise you. Teachers, teachers, I thank you for everything you do. Thank you. Thank you, teacher. Okay, thank you all. Bye. See you on the next class. Okay, bye.